വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. മൈക്കില്ല, എൻ്റെ മൈക്ക് നശിച്ചു എന്ന് വെച്ചാൽ ഞാൻ നശിപ്പിച്ചു. വേണ്ടി വെച്ചേക്കാം ഒരു വൈബിന്. അപ്പം എൻ്റെ മൈക്ക് നശിച്ചു. സോ ഞാനിപ്പോൾ പുറത്തോട്ട് പോകാൻ നിൽക്കുകയാണ്. മൈക്ക് മേടിക്കാൻ പോലെ ഞാൻ കുറച്ച് ഷോപ്പിംഗ് ചെയ്യാൻ പോകും. മാക്സിലും ഒക്കെ നല്ല ഓഫർ ഉണ്ടെന്ന് പറഞ്ഞു. ഓഫർ നോക്കി പോവല്ല ആക്ച്വലി, ബിക്കോസ് ഓഫറിലൊന്നും നല്ലത് കാണില്ല. കുറേ ആയി ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട്. അതിന് കൈ ഇങ്ങനെ ആക്കണേ. കുറേ ആയി ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട്. സോ ലെറ്റ്സ് ഗോ. നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിലേ ഞാൻ ഡ്രസ്സ് എടുക്കാറുള്ളൂ പൊതുവേ. അങ്ങനെ ഭയങ്കര കളക്ഷൻസ് ഒക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ മണി വേസ്റ്റ് ചെയ്യില്ല. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമുക്ക് ലെറ്റ്സ് ഗോ. ആദ്യം ഞങ്ങൾ പോയത് മാക്സിലായിരുന്നു. 90% ഓഫർ ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ നല്ല ഐറ്റംസ് ഒക്കെ കിട്ടുന്നു. ബട്ട് 99 റുപ്പീസാണ് സ്റ്റാർട്ടിങ്. അതിന് വർത്തിട്ടായിട്ടുള്ള ഒട്ടും പ്രോഡക്റ്റ് ഇല്ലായിരുന്നു. എല്ലാം ഭയങ്കര ഓൾഡ് സ്റ്റോക്കായിരുന്നു. പിന്നെ ഞങ്ങൾ അല്ലാത്ത കളക്ഷൻസ് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിലും വലിയ കളക്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ എനിക്കിഷ്ടപ്പെട്ട ഞാനൊരു 2-3 സെലക്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. ബട്ട് അതും ഇട്ടിട്ടത്ര രസമൊന്നും എനിക്ക് വന്നിട്ടില്ലായിരുന്നു. ഞാൻ ഒരുപാട് ഇങ്ങനെ അവിടെ എല്ലാം ഒന്ന് നോക്കി നല്ലതൊക്കെ കിട്ടുവാണെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു. എനിക്കിപ്പോൾ റീസെൻ്റ്ലി ഒരു അവാർഡ് ഫംഗ്ഷൻ ഉണ്ട്. അപ്പോഴത്തേക്കും അതിന് ഉപയോഗിക്കാനായിട്ട് ഒരു ഡ്രസ്സ് ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ബട്ട് എനിക്കതങ്ങോട്ട് ഓക്കെ ആയിട്ട് തോന്നില്ല. പിന്നെ എന്താ പറയുക, കുറേ ഇങ്ങനെ നടന്നിട്ട് കിട്ടിയതാണ് ഒരു ഡെനിം ഡ്രസ്സ്. അപ്പോഴത്തേക്കും എനിക്കില്ലാത്തതായിരുന്നു. ഇട്ട് നോക്കി അതും എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അത്. പിന്നെ ഞങ്ങൾ നേരെ മാക്സിൻ്റെ ബാഗ് കളക്ഷനിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ബാഗ് കളക്ഷൻസൊക്കെ ഇതുപോലെ എവിടെ സ്റ്റഫ്ഡ് ടോയ്സ് ഉണ്ടായാലും ഞാൻ മേടിക്കും. പക്ഷേ ഇപ്പോൾ ഒരുപാട് മേടിച്ചിട്ട് റൂമിൽ പ്ലേസ് ഇല്ലാത്തതുകൊണ്ട് ഞാനത് മേടിച്ചില്ല. ബട്ട് എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ബാഗ് കളക്ഷൻസിൽ നിന്ന് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കും ഉമ്മിക്കും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഈ ഒരു ബാഗ്, വൈറ്റ് ബാഗ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അല്ലാണ്ട് അല്ലറ ചില്ലറൊക്കെ നോക്കി 1-2 എടുക്കാൻ നോക്കി. പിന്നെ ഇപ്പം ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഞാനങ്ങനെ ഉമ്മിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ഒരു ലക്ഷറി കൈൻഡ് ഓഫ് ബാഗായിരുന്നു. അപ്പോഴത്തേക്കും എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു വാലറ്റ് എടുത്തു. എനിക്ക് വേറെ കുറച്ചുകൂടി ക്യൂട്ടായിട്ടുള്ളതൊക്കെയാണ് ഇഷ്ടപ്പെട്ടത്. പക്ഷേ ജുനൈദ് അവിടെ വെച്ച് അതങ്ങ് അവസാനിപ്പിച്ചു. ബ്ലാക്ക് എടുത്താൽ മതി, അതാ സൂപ്പർ എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ നേരെ സ്റ്റുഡിയോയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ചെന്നപ്പോഴത്തേക്കും നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഓഫേഴ്സ് ഒന്നും ഇല്ലായിരുന്നു, പക്ഷേ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് ട്രൈ ചെയ്ത് നോക്കി. ഈ ഒരു ഡ്രസ്സ് നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. ആ ഒരു ടൈ വരുന്നത് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനത്തെ ഒരു ഷർട്ട് ഞാൻ നോക്കി നടക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടി. അതും പിങ്ക് കളർ, എൻ്റെ ഫേവറേറ്റ് കളറിൽ തന്നെ കിട്ടി. സോ അത് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സാധനം, ഓ മൈ ഗാഡ്, ഇത് ഇട്ട് ജുനൈദ് കണ്ട് ഭയങ്കര ചിരിയായിരുന്നു ഈ ഡ്രസ്സ് കണ്ടിട്ട്. പിന്നെ ഞങ്ങളതെല്ലാം പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത്രയും ഷോപ്പിംഗ് ചെയ്തുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഡൊമിനോസ് കയറി ഒരു പിസ്സ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ജുനൈദിനെ കൊണ്ട് എവിടെ ഷോപ്പിങ്ങിന് പോയാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ റഷ് ചെയ്യില്ല. പെട്ടെന്ന് പോകാൻ പറഞ്ഞ് കൂടെ നിന്ന് നമുക്ക് വേണ്ടിയിട്ട് എടുത്തെടുത്ത് തരും, ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞ്. ഞങ്ങൾ പിസ്സ ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷോപ്പിംഗ് ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. സോ ബൈ, സീ യു നെക്സ്റ്റ് ടൈം.